2016 ഇറങ്ങിയ ഒരു ക്യൂട്ടിലെ ഇന്തോനേഷ്യൻ മൂവിയാണ് ഹെഡ് ഷോട്ട് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു വ്യൂവർ വന്നിട്ട് സജസ്റ്റ് ചെയ്ത ഒരു മൂവിയാണ് ഹെഡ് ഷോട്ട് എന്ന് പറയുന്നത്. ക്യൂട്ടിലാണ് പടം. ഇത് എന്തുകൊണ്ട് ഇതുവരെ കണ്ടില്ല എന്നുള്ളൊരു തോന്നലാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം കുറേ ആക്ഷൻ മൂവീസ് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ നോക്കണ സമയത്ത് ഈ ഒരു മൂവിൻ്റെ ഒരു പേര് എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കില്ല. ബട്ട് ഈ ഒരു സിനിമ എന്നൊരു ടിപ്പിക്കൽ സ്റ്റോറി ലൈൻ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈന് ടിപ്പിക്കൽ സാധനം, ഒരു വെറൈറ്റി ഇല്ലാത്ത ഒരു സ്റ്റോറിയാണ്. ബട്ട് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു ആക്ഷൻ മൂവിക്ക് സ്റ്റോറി അങ്ങനെ വിഷയമല്ല. പക്ഷേ ഇത് ആക്ഷൻസും വയലൻസ് എന്ന് പറയുമ്പോൾ ഈ ടെറിഫയർ അല്ലെങ്കിൽ റോങ് ടേൺ മൂവിത്തെ അല്ലെങ്കിൽ ഹ്യൂമൻ സെൻറ്റിമീഡ് പോലത്തെ അങ്ങനത്തെ വയലൻസ് അല്ലാന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം വയലൻസിലൊരു മൂവിനുണ്ട്. പക്ഷേ ഇത് ആക്ഷൻ സീക്വൻസ് കേട്ടില്ല സാധനമാണ്. പ്രത്യേകിച്ച് അവർ ക്യാമറ ആംഗിൾ വെച്ചിട്ട് കുറച്ച് കളിയുണ്ട് ഇതിൽ. അത് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും. നിങ്ങൾക്ക് ആക്ഷൻ മൂവീസ് ഇഷ്ടമാണ്, ബ്രൂട്ടൽ ആക്ഷൻ സീക്വൻസ് ഇഷ്ടമാണ്, ഒന്ന് ബ്ലർ ചെയ്യാതെയുള്ള ആക്ഷൻ സീക്വൻസ് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെഡ് ഷോട്ട് എന്ന് പറഞ്ഞ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഇന്തോനേഷ്യൻ ലാംഗ്വേജിൽ തന്നെയാണ് ഉള്ളത്. ഇംഗ്ലീഷിലേക്ക് ഡബ് ചെയ്തിട്ടുള്ള വെർഷൻ നെറ്റ്ഫ്ലിക്സിലില്ല, അല്ലാതെ തന്നെ ഉണ്ടോ എന്നുള്ള അറിയില്ല. അപ്പോൾ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആക്ഷൻ മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹെഡ് ഷോട്ട് എന്ന് പറഞ്ഞ ഒരു മൂവി ഡെഫിനറ്റ് ആയിട്ടും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക.